ഈ അളവുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിട്ട് ഇനി നമുക്ക് വെട്ടാൻ പോകാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഒരു നോർമലി 90 മീറ്റർ വാങ്ങിച്ചിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ ഇതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് വിരിച്ചിട്ട് ഇടുക. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് കൈ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ്. നമ്മൾ കൂടുതലും ഈ തെറ്റം വരുന്ന ഭാഗങ്ങൾ മടക്കി വെക്കാനാണെങ്കിൽ നമുക്ക് കൈക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ ഈ തെറ്റം വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുക, നമുക്ക് കൈക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഞാനങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കാരണം ഇതിപ്പോൾ നമുക്കൊരു കൈയിൻ്റെ വീതി നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ മറ്റിച്ചാകുമ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ പീസ് വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഭാഗം കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് തുന്നാവുന്നതേ ഉള്ളൂ. മറ്റിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിങ്ങിൻ്റെ പീസ് വരില്ല. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടിട്ട് ഞാനിപ്പം 8 നമ്മുടെ കൈക്കുഴി വണ്ണം എന്ന് പറയുന്നത്. 8 കൈക്കുഴി വണ്ണം 9 കിട്ടുന്നത്. 9. അപ്പോൾ ഇത് കറക്റ്റ് 9 ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ചെരിച്ചിട്ടല്ലേ വരിക. അപ്പോൾ 9-നെക്കാട്ടിലും കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കൈയും പിന്നെ മറ്റേ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇറക്കം കിട്ടുമ്പോൾ ഒന്ന് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ എത്രയാണ് നമുക്ക് വണ്ണം വേണ്ടത്. ഇതിലത്തെ വണ്ണം എന്ന് പറയുന്നത് 40. അപ്പം 40-ൻ്റെ 4-1 ഭാഗമാണ്. പകുതി 10. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് 10 കിട്ടണം. അപ്പോൾ നമ്മൾ 10-നെക്കാട്ടിലും കൂടുതൽ നമുക്ക് വേണം. കറക്റ്റ് 10. അപ്പോൾ 12 അളവ് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളുടെ ബ്ലൗസിൻ്റെ തുണി ഇങ്ങനെയല്ല ഉണ്ടാക്കുക. ഇത് നമ്മൾ വിരിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ നമ്മളുടെ തയ്യൽ തുമ്പും ഒരു 1.5 ഇഞ്ച് അതുപോലെ തന്നെ വണ്ണവും കിട്ടുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. കാരണം 40 ആണെങ്കിൽ അതിൻ്റെ പകുതി 4-1 ഭാഗം അപ്പോൾ 10 വരും. 10-ൻ്റെ ഒപ്പം നമുക്ക് തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് കൂടുതലിടാം. ബ്ലൗസിന് ഒരു 2 ഇഞ്ച് എപ്പോഴും തയ്യൽ തുമ്പ് കൂട്ടിയിടണം. അപ്പം നമുക്കൊരു 12 നമുക്കിവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ പൊട്ട ഭാഗം നോക്കിയിട്ട് നമ്മൾ ഇടണുണ്ടോ, അത് ഞാൻ പറയാൻ മറന്നു. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പൊട്ട ഭാഗത്താണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബാക്കി പോർഷൻ ഉണ്ടാവുമല്ലോ, ഈ ബാക്കി ഭാഗം ഇവിടെയാണ് നമ്മളുടെ കൈ വരുന്ന ഭാഗം. അപ്പോൾ കൈയിൻ്റെ കറക്റ്റ് ഇറക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം. കൈയിൻ്റെ ഇറക്കം എത്രയാണ് നമുക്ക് പറഞ്ഞത് 7-ൻ്റെ ഒപ്പം തയ്യൽ തുമ്പും കൂട്ടിയിട്ടുള്ള നമുക്ക് അത്യാവശ്യം ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുഴപ്പമില്ല, ഒരു കറക്റ്റ് അളവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് 12 നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇറക്കം എത്രയാണ് വേണ്ടതെന്ന് നമ്മൾ നോക്കുക. ഇറക്കം എത്രയാണ്? 13.5 ഉള്ളത്. 13.5 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ഇഞ്ച് കൂടുതലിടണം. 14.5 15.5 നമ്മൾ. അപ്പോൾ 15.5 നമ്മളിതുപോലെ ജസ്റ്റ് സ്റ്റാൻഡ് നമ്മളുടെ ഇറക്കം ബ്ലൗസിൻ്റെ ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇത് 15.5 ഇറക്കം. ഇത് ബ്ലൗസിൻ്റെ ബാക്കിലത്തെ മൊത്തത്തിലുള്ള ഇറക്കമാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ 15.5 ഇറക്കം ഇത് ഈ ഒരു പോയിന്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലല്ലേ ഇത് നമ്മൾ ഇങ്ങനെയും മടക്കുന്നു. കുറച്ച് വെള്ളമായിട്ടുണ്ട്, സാരമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ
ഇത് ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് പോർഷൻ. അങ്ങനെയാണ് ബ്ലൗസിൻ്റെ കട്ടിങ്ങിൽ നമ്മൾ ഇടുക. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ അളവുകളായിട്ട് ഇതിൽ എഴുതാം. ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ കഴുത്തിൻ്റെ അകലം നമ്മൾ എത്രയാണോ മെഷർ ചെയ്തത് അതൊന്നും ഇവിടെ എഴുതിയിട്ട് വെക്കണം. നമ്മൾ ഒരു 2.5 എടുത്തിട്ടുണ്ടായിരുന്നത്. 2, 2.5 ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു 2.5 അളവ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം കഴുത്തിൻ്റെ എത്രയാണോ ഫ്രണ്ട് ഭാഗത്തുള്ള ഇറക്കം അതുകൂടി ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഷോൾഡർ എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തുക. 3 ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം കൈക്കുഴിയുടെ 5 അളവ് നമ്മളിതാ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം കഴുത്തിൻ്റെ ഭാഗം ഇതുപോലെ സ്ക്വയറാക്കിയിട്ട് വരച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ അവിടെ ഒന്ന് കയറ്റിയിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കിടക്കും കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ അതിന് ശേഷം കട്ടിങ്ങിൻ്റെ ഇറക്കം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. 12 ഇറക്കമുള്ളത്, അപ്പോൾ 12 അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മളൊരു നോർമലി വണ്ണുള്ള ആൾക്കാർക്കൊക്കെ കട്ടിങ് ഇറക്കം എന്ന് പറയുന്നത് ഒരു 12, 12.5 ആവും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ നേരെ ആ 1.5 ഇഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. 1.5 ഇഞ്ച് വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം രണ്ടും ഈ ഒരു രീതിക്ക് നമ്മൾ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. അതിനുശേഷം ടക്കിൻ്റെ അകലം നമുക്ക് രേഖപ്പെടുത്താം. ഇവിടെ ഞാനൊരു 4-4.5 ഇതാക്കിയിട്ടുള്ളത്. കാരണം നമ്മളുടെ ഈ 2 ഷോൾഡറിൻ്റെയും സെൻറ്ററിലായിട്ട് വേണം ഈ 1.5 ഇഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് ആ പ്രസ്റ്റിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് ആ ഒരു അളവ് നമുക്ക് കിട്ടേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ടക്കിൻ്റെ നീളം എത്രയാണോ വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്താം. അതിനുശേഷം മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ 2 പോയിൻ്റ് ഇട്ടിട്ട് അവിടെ ടക്കിൻ്റെ ആ ഒരു ഇത് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ അടിയിലത്തെ ആ പോയിന്റിൽ നിന്ന് തന്നെ അതിനുശേഷം ഒരു 2.5 ഇഞ്ച് മേലേക്ക് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ 4 ടക്ക് ഇടാനുള്ള അതിനുശേഷം നമ്മൾ അളവുകളാണ്, അകലമാണ് അടയാളപ്പെടുത്തുന്നത്. ഓരോ അളവുകൾ ഞാൻ എത്രയാണ് എടുത്തത് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ടൊന്ന് എഴുതുന്നുണ്ട്. അതിനുശേഷം ഈ അടിയിലത്തെ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഈ ഒരു ഭാഗം 4 വേണ്ടത് നമുക്ക്. അപ്പോൾ 3 + 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ടാണ് ഞാൻ 4 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് 3 അളവ് ഉള്ളത്. അതിൽ നിന്ന് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ 4 ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. കണ്ട വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും 3 കറക്റ്റ് അളവ്. അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 4 നമുക്കിവിടെ മെഷർ ചെയ്തിട്ട് അടയാളപ്പെടുത്താം. നാല് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ടക്കിൻ്റെ നീളം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ 3 എടുക്കും, ചിലർ 3.5 എടുക്കും. അപ്പോൾ ടക്കിൻ്റെ നീളം എത്രയാണോ നിങ്ങളുടെ ബ്ലൗസിനുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വെട്ടാം. നമ്മൾ വെട്ടുമ്പോൾ എപ്പോഴും ഒന്നിച്ച് ഒപ്പം വെട്ടരുത് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഭാഗങ്ങൾ കറക്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കിയിട്ട് വേണം വെട്ടാനായിട്ട്. കാരണം ഈ ഒരു കട്ടിങ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെട്ടാനായിട്ട്. നമ്മളിങ്ങനെ കുറച്ച് പൊന്തിച്ച് പിടിച്ചിട്ട് വേണം അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ വെട്ടാനായിട്ട്. ഇതുപോലെ നമ്മൾ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ മൊത്തത്തിലുള്ള ഇറക്കവും നമ്മളൊന്ന് വെട്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് പോർഷൻസ് അടിയിൽ ബാക്കിൽ കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കറക്റ്റ് ഇറക്കം എത്രയാണോ വേണ്ടത് അതൊന്ന് ഇതാക്കുന്നുണ്ട്. 13.5 ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇപ്പോൾ ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് 14.5
15.5 കേട്ടോ. 15.5 നമ്മൾ ഇവിടെ അളവെടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു 15 നമ്മളിതുപോലെ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കണേലോ പറയണേലോ എന്തെങ്കിലും എന്താണ് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലാണ് എനിക്കതിൻ്റെ സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഭാഗം കട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം കൈക്കുഴി നമുക്കൊന്ന് വെട്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. കൈക്കുഴിയുടെ ഇറക്കമാണ് 5 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ നെക്കൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലത്തെ നെക്കും ബാക്കിലത്തെ നെക്കും സെപ്പറേറ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഭാഗം മാത്രം ഇങ്ങനെ കുറച്ച് പൊന്തിച്ചിട്ട് വേണം വെട്ടാനായിട്ട്. അതുപോലെ നമ്മൾ ഷോൾഡറും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അളവുകളൊക്കെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും നമുക്കൊന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ അതും നമ്മളിതാ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇടുന്നുണ്ട്. ഇത് നമ്മളുടെ ടക്കിൻ്റെ അളവുകളാണ് കേട്ടോ. അതിനുശേഷം ബാക്കിലത്തെ നെക്കിൻ്റെ ഇറക്കം നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഞാനിവിടെ 8 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 7.5 കറക്റ്റ് അളവ് വേണ്ടത്. അതിൻ്റെ ഒപ്പം 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഞാൻ 8 ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഇനി അതൊന്ന് നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് കൈയിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇതുപോലെ 2 ആക്കിയിട്ട് മടക്കിയിട്ട് അതൊന്നുകൂടി ഇതുപോലെ മടക്കുക. ഇനി എത്രയാണോ ഇറക്കം വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുക. ഇതിൻ്റെ അടിയിൽ ഈ ഒരു അടിപ്പ് വരുന്ന കാരണം അതിൻ്റെ അടിയിൽ ആ ഒരു കറക്റ്റ് ആ ഒരു കട്ടിങ് പോലത്തെ സാധനമുള്ള കാരണം നമുക്ക് കൂടുതൽ തുണി ഇടേണ്ട ആവശ്യമില്ല. 1 ഇഞ്ച് ഞാൻ സീം അലവൻസ് ആയിട്ട് വിട്ടിരുന്നുള്ളൂ. എനിക്ക് 7 കറക്റ്റ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 8 ഇഞ്ച് മാത്രമാണ് 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പായിട്ട് ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ. 1/2 ഇഞ്ച് അടിഭാഗത്തേക്കും 1/2 ഇഞ്ച് മേൽഭാഗത്തേക്കും കൂടിയിട്ട് ഞാൻ 1 ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. ഇവിടുത്തെ ഈ ഒരു കട്ടിങ് ഇല്ല, നമ്മൾ വേറൊരു വെട്ടിയിട്ടുള്ള ഭാഗമാണ് നമ്മളവിടെ കയ്യിനായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി ഇതാ കൈക്കുഴിയുടെ വണ്ണം കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്ത് നിന്ന് അടിയിലേക്ക് ഒരു 3.5 അടയാളപ്പെടുത്തിയിട്ട്, അവിടുത്തെ അളവ് 3.5 കേട്ടോ, ആ 3.5 അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. കൈക്കുഴിയുടെ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് കറക്റ്റ് പോയിൻ്റിൽ നിന്ന് 3.5 താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ കൈയിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടിയാൽ മാത്രമാണ് ബ്ലൗസിന് നല്ല ബ്ലൗസ് മാത്രമല്ല ചുരിദാറായാലും ഏത് ഡ്രസ്സ് അടിക്കുമ്പോഴും കൈയൊന്ന് കുഴിച്ച് വെട്ടിയാൽ മാത്രമാണ് കറക്റ്റ് നല്ല ആ ഒരു ചുളിവൊന്നും ഇല്ലാതെ വൃത്തിക്ക് കിടക്കുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ വെട്ടുമ്പോൾ ഫ്രണ്ട് ഭാഗം നോക്കിയിട്ട് കറക്റ്റല്ലേ, ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമല്ലേ വെട്ടണതെന്ന് നോക്കിയിട്ട് വേണം വെട്ടാനായിട്ട് കേട്ടോ. എല്ലാം ഒപ്പം കൂടിയിട്ട് വെട്ടരുത്. അപ്പോൾ അതുപോലെ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലത്തെ ഭാഗം മാത്രം ഞാനൊന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം കൈയിൻ്റെതാ അടിഭാഗം നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലൗസ് വെട്ടൽ ഏകദേശം നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന പീസുകളൊക്കെ നമുക്ക് ആവശ്യമുള്ള പീസുകളാണ്, ഒന്നും നമ്മൾ കളയാനായിട്ടില്ല. ബാക്കി വരുന്ന പീസുകളൊന്നും കളയരുത് കേട്ടോ, ആവശ്യമുണ്ടേ. നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് അവസാനം വരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.